കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക? അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു കെമിക്കൽ റിയാക്ഷനെ പറ്റി ചിന്തിക്കുമ്പോൾ ചില കെമിക്കൽ റിയാക്ഷൻസ് വളരെ സ്പീഡ് കുറവിൽ നടക്കും, എന്നാൽ മറ്റു ചിലത് ഒരു മോഡറേറ്റ് സ്പീഡിൽ നടക്കും, എന്നാൽ മറ്റു ചിലതാകട്ടെ വളരെ സ്പീഡ് കൂടിയ രീതിയിൽ നടക്കും, അല്ലേ? കുറച്ച് ഉദാഹരണങ്ങളൊന്ന് നോക്കൂ. റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പെടുക്കുന്നത്, വളരെ സ്ലോ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ എക്സാമ്പിളാണ്, അല്ലേ? എന്നാൽ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ, ഹൈഡ്രോളിസിസ് ഓഫ് സ്റ്റാർച്ച്, ഇവയെല്ലാം ഒരു മോഡറേറ്റ് സ്പീഡിൽ നടക്കുന്ന റിയാക്ഷൻസിന് എക്സാമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാബിൽ ചെയ്യുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ഓർത്ത് നോക്കൂ. അക്വസ് സൊല്യൂഷൻ ഓഫ് സിൽവർ നൈട്രേറ്റിലേക്ക് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്ന ഒരു റിയാക്ഷന് എക്സാമ്പിളാണത്. നമുക്ക് വളരെ പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കും ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നത്. എന്താണ് ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്? സിൽവർ ക്ലോറൈഡ് ആണ്, അല്ലേ? ഇത്തരത്തിൽ പല റേറ്റിൽ നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻസാണ് നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക? അത് ഓർക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ഏതൊരു കെമിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്താലും നമുക്ക് പറയാനായിട്ട് സാധിക്കും റിയാക്റ്റൻസ് പ്രൊഡക്ട്സ് ആയിട്ട് മാറുന്നുവെന്ന്. ഏത് കെമിക്കൽ റിയാക്ഷനിലും റിയാക്റ്റൻ്റ് ഉണ്ടാവും. എന്താണ് റിയാക്റ്റൻ്റ്? റിയാക്ട് ചെയ്യുന്ന വസ്തുക്കളെയാണ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ഈ റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റായിട്ട് മാറുന്നു. ഇത്തരത്തിൽ നടക്കുന്ന ഒരു റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ എങ്ങനെയാണ് ഇവയുടെ റേറ്റ് ഓഫ് ദാറ്റ് കെമിക്കൽ റിയാക്ഷൻ എക്സ്പ്രസ് ചെയ്യുക? അതിന് പ്രധാനമായിട്ടും 2 വഴികളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ആദ്യത്തേത് ദ റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്റ്റൻസ്. ഒരു കെമിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ മിക്കവാറും കേസുകളിലെല്ലാം ഒന്നിൽ കൂടുതൽ റിയാക്റ്റൻസ് ഉണ്ടാകും, അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതായത് ദ റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്റ്റൻസ്. ഏതെങ്കിലും ഒരു റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നതിൻ്റെ റേറ്റാണ് ആ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുക. അതുമല്ലെങ്കിൽ റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റായി മാറുന്നു, അല്ലേ? ഏത് റേറ്റിലാണ് അല്ലെങ്കിൽ എത്രത്തോളം സ്പീഡിലാണ് അവിടെ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ് സംഭവിക്കുന്നത്, പ്രൊഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻ കൂടുന്നത്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടും നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. So rate of a reaction is decrease in concentration of any one of the reactants or increase in concentration of any one of the products. Rate of a chemical reaction mathematically എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യാണ്. റിയാക്റ്റൻ ഗീവ്സ് പ്രൊഡക്ട്സ്. ഇവിടെ റിയാക്റ്റൻറ്റിനെ R എന്നും പ്രൊഡക്റ്റിനെ P എന്നും സൂചിപ്പിച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് R ഗീവ്സ് P എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും 1 mole ഓഫ് റിയാക്റ്റൻറ്റ് പ്രൊഡ്യൂസസ് 1 mole ഓഫ് പ്രൊഡക്റ്റ്. ഇവിടെ 1 mole റിയാക്റ്റൻറ്റ് റിയാക്ട് ചെയ്ത് 1 mole പ്രൊഡക്റ്റായിട്ട് മാറുന്നു എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. റിയാക്റ്റൻറ്റിനെ R കൊണ്ടും പ്രൊഡക്റ്റിനെ P എന്ന് പറയുന്ന ടേം കൊണ്ടും ആണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് സ്ക്വയർ ബ്രാക്കറ്റ് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആണ്. അതുപോലെ തന്നെ സ്ക്വയർ ബ്രാക്കറ്റിൽ P എന്ന് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് റെപ്രസെൻറ്റ്സ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 2 ടൈമുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, T1 എന്നും T2 എന്നും. അതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷൻ ഓഫ് R1 ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് P1 ആർ ദ കോൺസെൻട്രേഷൻസ് ഓഫ് റിയാക്റ്റൻറ്റ് ആൻഡ് പ്രോഡക്റ്റ് അറ്റ് ടൈം T1. T1 എന്ന് പറയുന്ന സമയത്തിലെ റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻ ഓഫ് R1 എന്നും കോൺസെൻട്രേഷൻ ഓഫ് P1 എന്നും റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ
അടുത്തൊരു ടൈം പീരീഡ് നമ്മൾ കൺസിഡർ ചെയ്താൽ ടൈം T2 ടൈമിൽ റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് R2 എന്നും പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് P2 എന്നും റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. നമുക്കറിയാവുന്ന പോലെ തന്നെ നോക്കൂ, 2 ടൈം പീരീഡുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, T2 എന്നും T1 എന്നും അല്ലേ. ഇവിടെ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ടൈമുകളുടെയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ഡെൽറ്റ ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു T2 മൈനസ് T1. അതുപോലെ തന്നെ റിയാക്ടൻ്റെ കോൺസെൻട്രേഷനിൽ ആ ഒരു ചേഞ്ച് ഉണ്ടാവും അല്ലേ. ഒരു ടൈമിൽ ഉണ്ടാകുന്ന റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ അല്ല അടുത്തൊരു ടൈമിൽ. ടൈം കൂടുന്തോറും റിയാക്ടൻ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്നു അല്ലേ. ആ ഒരു ചേഞ്ചിനെ ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R2 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R1 എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെയാണ് പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിലും. T1 സമയത്തുണ്ടാകുന്ന പ്രൊഡക്റ്റും T2 സമയത്തുണ്ടാകുന്ന പ്രൊഡക്റ്റും തമ്മിലുള്ള കോൺസെൻട്രേഷൻ ഡിഫറൻസ് ആണ് പ്രൊഡക്റ്റിലുള്ള കോൺസെൻട്രേഷൻ ചേഞ്ച്. അതുകൊണ്ട് തന്നെ ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് P ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് P2 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് P1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു റിയാക്ഷൻ്റെ റേറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാം? 2 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ഒന്നാമത്തേത് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്ടൻസ്, രണ്ടാമത്തേത് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പ്രോഡക്റ്റ് അല്ലേ. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്ടൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? റിയാക്ഷൻ നടക്കുന്നതിനനുസരിച്ച് റിയാക്ടൻ കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നതിന് ആവശ്യമായിട്ടുള്ള സമയം, അവ തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് ഡിസപ്പിയറൻസ് ഓഫ് R കിട്ടുക. നോക്കൂ, അപ്പോൾ എങ്ങനെയാണ് മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക? മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് R ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഡിക്രീസിനെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് ഇവിടെ മൈനസ് സിമ്പൽ. റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാനാണ് ആ മൈനസ് സിമ്പൽ. അതുപോലെ തന്നെ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള മറ്റൊരു വഴി ഏതാണ്? ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് അല്ലേ. അതായത് അപ്പിയറൻസ് ഓഫ് പ്രോഡക്റ്റ്. റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പ്രോഡക്റ്റ് അങ്ങനെയാണെങ്കിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കൂ. റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അതായത് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് P ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അവിടെ എത്രയാണ് ആ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ വരുന്ന ചേഞ്ച്? നമുക്കറിയാം, ഇറ്റ് ഈസ് പ്ലസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് P ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ്. എന്താണ് അവിടുത്തെ പ്ലസ് സിമ്പൽ സൂചിപ്പിക്കുന്നത്? അതെ, പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ പ്ലസ് സിമ്പൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരു റിയാക്ഷൻ്റെ റേറ്റ് 2 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയൊക്കെയാണ്? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്റ്റൻറ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പ്രോഡക്റ്റ്. ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്റ്റൻറ്റോ അല്ലെങ്കിൽ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പ്രൊഡക്റ്റോ മെഷർ ചെയ്യുക വഴി നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഒരു റിയാക്റ്റൻ ഗിവ്സ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ R ഗിവ്സ് P എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിയാക്ഷനെ കൺസിഡർ ചെയ്താൽ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസിൻ്റെ ടേംസിലോ അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സിൻ്റെ ടേംസിലോ എക്സ്പ്രസ് ചെയ്യാമെന്ന് അല്ലേ. ഇത്തരത്തിൽ എക്സ്പ്രസ് ചെയ്യുന്ന റേറ്റിനെ നമ്മൾ ആവറേജ് റേറ്റ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് ആവറേജ് റേറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം? ഇവിടെ റേറ്റ് മെഷർ ചെയ്യാനായിട്ട് 2 ടൈം ഇൻ്റർവെൽ നമ്മൾ കൺസിഡർ ചെയ്തു അല്ലേ, T1 എന്നും T2 എന്നും. ആ ഒരു ടൈം ഗ്യാപ്പിന് ഇടയിലുള്ള റേറ്റ് ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള റേറ്റിനെ ആവറേജ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള കാരണം. ഈ ആവറേജ് റേറ്റിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് R ആവറേജ് അല്ലെങ്കിൽ RAV എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചുകൊണ്ടാണ്. നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്, ആവറേജ് റേറ്റ് എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു? ആവറേജ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡിപ്പെൻഡ് അപ്പോൺ ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്
or products at a time taken for that change. അതായത് ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻ്റെ ചേഞ്ചിനെയും അതോടൊപ്പം തന്നെ ഈ മാറ്റത്തിന് ആവശ്യമായ സമയത്തെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇത്തരത്തിൽ മെഷർ ചെയ്യുന്ന റേറ്റ് ഓഫ് എ റിയാക്ഷൻ നമ്മൾ ആവറേജ് റേറ്റ് എന്നാണ് വിളിക്കുന്നത്. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റെ ബേസിലും കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റിൻ്റെ ബേസിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു റേറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. യൂണിറ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇവിടെ നിങ്ങൾക്കത് മനസ്സിലാക്കുന്നതിനായിട്ട് റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആണ്. അതുപോലെ തന്നെ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പി എന്ന് പറയുന്നത് പ്ലസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് പി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആണ്. ഈ ഇക്വേഷൻ ശ്രദ്ധിക്കൂ. ഇതിലെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസും പ്രൊഡക്ട്സിനും മോൾ പെർ ലിറ്റർ എന്ന യൂണിറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ അതുപോലെ തന്നെ ടൈമിനെ സെക്കൻഡിലുമാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് യൂണിറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക നോക്കാം. കോൺസെൻട്രേഷൻ മോൾ പെർ ലിറ്ററിലും ടൈം സെക്കൻഡിലുമാണെങ്കിൽ യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ വിൽ ബി മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് എന്നും സൂചിപ്പിക്കാം. അതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിയാക്റ്റൻസ് പ്രൊഡക്ട്സും ഗേഷ്യസ് ഫോമിലാണെന്നിരിക്കട്ടെ. ഗേഷ്യസ് ഫോമിലാണെങ്കിൽ അല്ലെങ്കിൽ ഗ്യാസ് ആണെങ്കിൽ അവയുടെ കോൺസെൻട്രേഷൻ എന്നതിന് പകരമായിട്ട് പാർഷ്യൽ പ്രഷേഴ്സ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷന് പകരം പാർഷ്യൽ പ്രഷറിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള ATM അറ്റ്മോസ്ഫിയർ ATM എന്ന് കൺസിഡർ ചെയ്യണം. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ റിയാക്റ്റൻസ് ഗേഷ്യസ് ഫോമിലാണ് വരുന്നതെങ്കിൽ യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ വിൽ ബി ATM പെർ സെക്കൻഡ് അല്ലെങ്കിൽ ATM സെക്കൻഡ് ഇൻവേഴ്സ് എന്നും സൂചിപ്പിക്കാം. ഇത്തരത്തിൽ റേറ്റ് ഓഫ് എ റിയാക്ഷൻ്റെ യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ രണ്ട് രീതിയിലാണ് സാധാരണയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആദ്യത്തേത് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് എന്നും റിയാക്റ്റൻസ് ഗേഷ്യസ് ഫോമിലാണെങ്കിൽ ATM സെക്കൻഡ് ഇൻവേഴ്സ് എന്നും റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടേമാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. അതിൻ്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ റേറ്റിനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ദ റേറ്റ് അറ്റ് എ പെർട്ടിക്കുലർ മൊമെൻ്റ് ഓഫ് ടൈം. ഒരു പ്രത്യേക സമയത്തിൽ ഉള്ള റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ആ റേറ്റിനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് ഈ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇറ്റ് ഈസ് ബൈ കൺസിഡറിങ് ദ ആവറേജ് റേറ്റ് അറ്റ് ദ സ്മോളസ്റ്റ് ടൈം ഇൻ്റർവെൽ. ഏറ്റവും ചെറിയ ടൈം ഇൻ്റർവെല്ലിൽ അതായത് ടൈം ഗ്യാപ്പിൽ കൺസിഡർ ചെയ്യുന്ന ആവറേജ് റേറ്റിനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കുക. അതായത് ഡെൽറ്റ ടി ടെൻസ് ടു 0. ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് DT എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചിട്ടാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ R ആവറേജ് എന്താണെന്ന് നമുക്കറിയാം. R ആവറേജ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് R ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ്. അല്ലെങ്കിൽ പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് P ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആണ് അല്ലേ. ഇതിൽ ഡെൽറ്റ ടി എന്ന് പറയുന്നതാണ് ടൈം ഇൻ്റർവെൽ. ഇവിടെ ടൈം ഇൻ്റർവെൽ ഏറ്റവും മിനിമം ആവുക, അതായത് ഡെൽറ്റ ടി ടെൻസ് ടു 0 ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിലെ റേറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് നോക്കൂ. R ഇൻസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് R അല്ലെങ്കിൽ പ്ലസ് d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് R. ഇത്തരത്തിൽ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പ്രധാന അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ടൈം ഇൻ്റർവെല്ലിലാണ് നമ്മളിത് കൺസിഡർ ചെയ്യുക അല്ലേ. 0 ടൈം മുതൽ ഒരു 1000 സെക്കൻഡ് വരെയോ ഒക്കെയാണ് ഈ ഒരു ടൈം ഇൻ്റർവെൽ എങ്കിൽ ഇതിലെ
500th സെക്കൻഡ്, 500ാമത്തെ സെക്കൻഡിൽ ഉണ്ടാകുന്ന റേറ്റ് എത്രയാണ്? അങ്ങനെ ഒരു പെർട്ടിക്കുലർ മൊമെൻ്റ് റേറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. നമുക്ക് തന്നിരിക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്തിരിക്കുന്നു. Hg + Cl2 gives HgCl2 എന്ന ഒരു റിയാക്ഷനാണ് തന്നിരിക്കുന്നത്. ഈ ഒരു റിയാക്ഷനിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ഇവിടെ Hg അല്ലെങ്കിൽ മെർക്കുറി ലിക്വിഡ് ഫോമിലാണ്. ഇത്തരത്തിലുള്ള ലിക്വിഡ് ഫോമിലുള്ള മെർക്കുറി ഗ്യാസ് ഫോമിലുള്ള ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത് സോളിഡ് രൂപത്തിലുള്ള മെർക്കുറി ക്ലോറൈഡ് HgCl2 ഫോം ചെയ്യുന്നു അല്ലേ? ഇതാണ് ആദ്യത്തെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ ഇൻഫർമേഷൻ നോക്കൂ. ഇവിടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് എങ്ങനെയാണ്? അപ്പോൾ എന്താണ് ഈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ്? Hg അല്ലെങ്കിൽ മെർക്കുറിയുടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. ക്ലോറിൻ്റെയും 1 ആണ്. HgCl2 എന്നതിൻ്റെയും സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് 1 ആണ് അല്ലേ? അതായത് 1 മോൾ മെർക്കുറി അണ്ടർഗോ റിയാക്ഷൻ വിത്ത് 1 മോൾ ക്ലോറിൻ ആൻഡ് ഫോം 1 മോൾ HgCl2. ഇത്തരത്തിലുള്ള റിയാക്ഷൻ്റെ റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാവുന്ന പോലെ തന്നെ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ദ ഡിസപ്പിയറൻസ് ഓഫ് എനി വൺ ഓഫ് ദ റിയാക്ടൻസ് ഓർ അപ്പിയറൻസ് ഓഫ് എനി വൺ ഓഫ് ദ പ്രൊഡക്ട്സ്. അങ്ങനെയാണ് നമുക്ക് സാധാരണയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ? അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് 2 റിയാക്റ്റൻ്റ് ആയിട്ടുള്ള മെർക്കുറിയുടെയും ക്ലോറിൻ്റെയും ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് Hg ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതുമല്ലെങ്കിൽ മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് Cl2 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. ഈ 2 ഫോമുകളും റിയാക്റ്റൻറ്റിൻ്റെ രൂപത്തിൽ, റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്ന രൂപത്തിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് HgCl2 ആണ് അല്ലേ? റിയാക്ഷൻ്റെ ഫലമായിട്ട് പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ കൂടുന്നു. അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു പ്ലസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് HgCl2 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? ദാറ്റ് ഈസ് ദ ഡിസപ്പിയറൻസ് ഓഫ് ദ റിയാക്റ്റൻസ് ഈസ് സെയിം ആസ് ദ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് പ്രൊഡക്ട്സ്. ഇത്തരത്തിൽ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് എല്ലാത്തിൻ്റെയും സെയിം ആണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ റേറ്റിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. അടുത്തതായിട്ട് ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ അയഡൈഡിൻ്റെ കെമിക്കൽ റിയാക്ഷനാണ് തന്നിരിക്കുന്നത്. 2Hi ഗ്യാസ് ഗിവ്സ് H2 ഗ്യാസ് പ്ലസ് I2 ഗ്യാസ്. ഈ ഒരു റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം റിയാക്റ്റൻസും പ്രൊഡക്ട്സും ഗേഷ്യസ് ഫോമിലാണ് അല്ലേ? അതുപോലെ തന്നെ ഇവിടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ഒന്ന് ചെക്ക് ചെയ്യൂ. ഹൈഡ്രജൻ അയഡൈഡിൻ്റേത് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് 2 ആണ്. എന്നാൽ ഹൈഡ്രജൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് 1 ആണ്. I2വിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് 1 ആണ്. ഇവിടെ റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്ട്സിൻ്റെയും സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള കേസിൽ എങ്ങനെയാണ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ എഴുതുക? സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് വ്യത്യാസപ്പെട്ടിരിക്കുന്ന കെമിക്കൽ റിയാക്ഷനുകളിൽ നമ്മൾ എങ്ങനെയാണ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഇവിടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ഓഫ് ഹൈഡ്രജൻ അയഡൈഡ് 2 ആയതുകൊണ്ട് തന്നെ നമുക്കതിന് എഴുതാം -1/2 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് Hi ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന്. ഇവിടെ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷനെയാണ്. റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്നു അല്ലേ? ഇവിടെ നോക്കൂ, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് 2 ആയതുകൊണ്ട് നമ്മളതിനെ 1/2 എന്നാക്കി മാറ്റി എഴുതി. അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെയും അയഡിൻ്റെയും സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് 1 ആണ്. രണ്ടും പ്രൊഡക്ട്സ് ആണ്. റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് H2 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. അതുപോലെ തന്നെ ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് I2 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്നും സൂചിപ്പിക്കാം. അപ്പോൾ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് വ്യത്യാസപ്പെട്ട് വരുന്ന ഒരു കെമിക്കൽ റിയാക്ഷനിൽ എങ്ങനെയാണ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. 5Br മൈനസ് പ്ലസ് BrO3 മൈനസ് പ്ലസ് 6H പ്ലസ് gives 3Br2
പ്ലസ് 3H2O. ഇത്തരത്തിലുള്ളൊരു കെമിക്കൽ റിയാക്ഷൻ്റെ ഓരോ സ്പീഷീസിൻ്റെയും സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് വ്യത്യാസപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ റേറ്റ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. റേറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു -1/5 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് Br മൈനസ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. അടുത്ത റിയാക്റ്റൻ്റ് ആയിട്ടുള്ളത് BrO3- ആണ്. ഇവിടെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് 1 ആണ്. അതുകൊണ്ട് തന്നെ മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് BrO3- ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അടുത്ത റിയാക്റ്റൻ്റായി ഇപ്പോൾ തന്നിട്ടുള്ളത് 6H+ ആണ് അല്ലേ. ഇവിടെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് 6 ആയതുകൊണ്ട് തന്നെ -1/6 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് H+ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് സൂചിപ്പിക്കാം. ഇനി പ്രൊഡക്റ്റിൻ്റെ രൂപത്തിലാണെങ്കിലോ, ആദ്യത്തെ പ്രൊഡക്റ്റ് Br2 ആണ്. അതിൻ്റെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് 3 ആണ്. അതുകൊണ്ട് തന്നെ റേറ്റ് ഈസ് ഈക്വൽ ടു +1/3 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് Br2 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. അടുത്ത പ്രൊഡക്റ്റായി തന്നിരിക്കുന്നത് 3H2O ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് H2O ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഇത്തരത്തിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് ഓഫ് ദാറ്റ് റിയാക്ഷൻ എഴുതുക എന്ന് പഠിച്ചു കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു.